ജയശങ്കർ, ഏറ്റവും പുതിയതായി ലഭിക്കുന്ന കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള ചില വിവരങ്ങൾ ലീഗിന് രാജ്യസഭാ സീറ്റ് പോലും നൽകാൻ കഴിയുന്ന സാഹചര്യമില്ല എന്നതാണ്. ഇന്നലെ ചില ഉറപ്പുകൾ അങ്ങനെ നൽകിയിരുന്നു, പക്ഷേ അതിനുപോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയെന്നാണ്. അങ്ങനെ ഉണ്ടായാൽ ലീഗ് കോൺഗ്രസ് ബന്ധം ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും? അല്ല, ലീഗിന് രാജ്യസഭാ സീറ്റ് കൊടുക്കുകയില്ലെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അവസാനം മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഹൈക്കമാൻഡിന്റെ അനുവാദം വാങ്ങി ലീഗിന് രാജ്യസഭാ സീറ്റ് കൊടുക്കാനാണ് സാധ്യത. ലീഗും ആഗ്രഹിക്കുന്ന രാജ്യസഭാ സീറ്റാണ്. കോഴിക്കോട്ടോ വടകരയിലോ കണ്ണൂരോ അതല്ല കാസർഗോട്ടോ ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വളരെയധികം പണം ചെലവഴിച്ച് വെയിൽ കൊണ്ട് ബുദ്ധിമുട്ടി മത്സരിച്ചാലും ജയിച്ചോളെന്ന് യാതൊരു നിർബന്ധമില്ല. ജയിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. രാജ്യസഭ ആകുമ്പോൾ അങ്ങനെയല്ലോ, യാതൊരു അധ്വാനവും കൂടാതെ പണച്ചെലവില്ലാതെ നിസ്സാരമായിട്ട് 6 കൊല്ലം അവിടെ പോയി സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഉല്ലാസമായിട്ട് ഫാസിസത്തെ എതിർത്ത് സന്തോഷമായിട്ട് ജീവിക്കാം. അതാണല്ലോ അതിൻ്റെ ഒരു സൗകര്യം. മാത്രമല്ല, ഇപ്പൊ തന്നെ രാജ്യസഭയിൽ വഹാബുണ്ട്. അപ്പോൾ ഒരു രാജ്യസഭ കൂടി കിട്ടിയാൽ ഒട്ടും കുടിക്കില്ല എന്നും അതെല്ലാം നന്നായിട്ട് മധുരിക്കുകയും ചെയ്യും. പിന്നെ ഒരു സമയത്ത് KPCC പ്രസിഡന്റ് തീരുമാനിച്ചതും കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടി ലീഡറെ തീരുമാനിച്ചതും ഒക്കെ പണം ആ അധികാരം കൂടി അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ കോൺഗ്രസ്സുകാർ ലീഗിന് കപ്പം കൊടുത്ത് കഴിയുന്നു എന്ന പഴയ ആ ദുഷ്പേര് ഇടക്കാലത്ത് മാറിയതായിരുന്നു. അതിപ്പോ തിരിച്ചിട്ടാനുള്ള ഒരു സൗകര്യം കൂടി കിട്ടും. അതാണ് അതിന്റെ ഒരു സൗകര്യം. അല്ല, ശരിക്കും ലീഗിന് ഒരു സീറ്റും കൂടിയോ അല്ലെങ്കിൽ ഒരു രാജ്യസഭാ സീറ്റിന്റെ പരിഗണനയോ അർഹമല്ലേ? അവർ അതിനുള്ള യോഗ്യതയുള്ളവരല്ലേ? അവർക്ക് യോഗ്യത കുറവുണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. അവർക്ക് യോഗ്യതയൊക്കെ ഉണ്ട്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ലീഗിന് കൊടുത്താൽ എന്ത് സംഭവിക്കും എന്ന് ഞാൻ ചോദിച്ചുള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് സീറ്റ് വേണമെങ്കിൽ ലീഗിന് കൊടുക്കായിരുന്നു. കാരണം സ്ഥിരമായിട്ട് കോൺഗ്രസ് മത്സരിക്കുന്ന ജയിക്കാത്ത ഒരു സീറ്റാണ്. ഇപ്പൊ കോൺഗ്രസ് ജയിച്ച സീറ്റാണ് കാസർഗോഡ്. അപ്പൊ ഇപ്പൊ സിറ്റിംഗ് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്ന വയനാട് സീറ്റ് ലീഗിന് കൊടുക്കുകയാണെങ്കിൽ അതുണ്ടാക്കാവുന്ന ഇമ്പാക്ട് എന്താണ്? കേരളത്തിൽ എന്തായിരിക്കും, കേരളത്തിന് പുറത്തെന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എന്തായിരിക്കും രാജ്യത്ത് എമ്പാടും? ഇവിടുത്തെ കാര്യമല്ല, മലപ്പുറത്തും കോഴിക്കോട്ടും എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുന്നതല്ല. അത് ഇന്ത്യ മഹാരാജ്യത്ത് മൊത്തത്തിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കും? രാജ്യസഭാ സീറ്റ് കൊടുക്കേണ്ട താരതമ്യേന ഏറ്റവും നിരുപദ്രവകരം. കാരണം വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. സീറ്റ് എടുത്തു കൊടുത്തു എന്നുള്ള ഒരു ചീത്തപ്പേരുണ്ടാകുകയില്ല. ജോസ് കെ മാണി ഒഴിയുന്ന സീറ്റാണ്. ആ സീറ്റ് ഘടകകക്ഷിയുടെ സീറ്റാണ്. ഇപ്പൊ ഘടകകക്ഷി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലീഗിന് കൊടുത്തു, നമ്മൾ ഔദാര്യം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞ പ്രശ്നം തീരും. നേരെ മറിച്ച് ലോക്സഭാ സീറ്റ് എടുത്ത് ലീഗിന് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. ലോക്സഭാ സീറ്റും ഇല്ല, രാജ്യസഭാ സീറ്റും ഇല്ല എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അതൊരു മുന്നണി ബന്ധത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് ലീഗിന്റെ നിലപാടിനെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറുമോ? മാറാനുള്ള സാധ്യത കുറവാണ്. ഞാൻ നോക്കിയിട്ട് അതിന് സാധ്യത വളരെ കുറവാണ്. ലീഗിന് രാജ്യസഭാ സീറ്റ് കൊടുത്ത് നയിപ്പിക്കാനായിരിക്കും കോൺഗ്രസ് പാർട്ടി സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും താല്പര്യപ്പെടുക. നാളെ ഈ രാജ്യസഭാ സീറ്റും കൂടി ഇല്ലെന്നറിഞ്ഞാൽ നാളെ ചേരുന്ന ലീഗ് യോഗം എന്തൊക്കെ നിലപാടെടുക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, രാജ്യസഭാ സീറ്റ് ഇല്ല എന്ന ഒരു അവസ്ഥ വന്നാലല്ലേ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകുള്ളൂ. ലീഗ് ആദ്യം മുതലേ ഉന്നം വെച്ചിട്ടുള്ളത് രാജ്യസഭാ സീറ്റാണ്. ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ ആരും തന്നെ രാഷ്ട്രീയ അറിയാൻ വളർത്ത കൊച്ചുകുട്ടികളൊന്നുമല്ല. അവർക്ക് ഈ രംഗത്ത് ഒരുപാട് കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്, പരിചയസമ്പന്നരാണ്. ഒരു സിറ്റിംഗ് സീറ്റ് ഒരു കാരണവശാലും ഇന്നത്തെ നിലയ്ക്ക് കോൺഗ്രസിന് ലീഗിന് കൊടുക്കാൻ പറ്റുകയില്ല എന്ന് അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം. അവര് താല്പര്യപ്പെടുന്ന രാജ്യസഭാ സീറ്റ് തന്നെയാണ്. അതിൽ ആ ഒരു സംശയമില്ല. അത് ഞങ്ങൾക്ക് ലോക്സഭാ സീറ്റ് വേണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം രാജ്യസഭാ സീറ്റ് കിട്ടണം, അത് കിട്ടിയാൽ മതിയാവും എന്നാണ്. അതായത് ഈ രാജ്യസഭാ സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിന് എതിർപ്പുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അങ്കലാപ്പിലാകാൻ പോകുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് മലബാറിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയായിരിക്കും നെഞ്ചിടിക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും. അല്ല, രാജ്യസഭാ സീറ്റ് കൊടുക്കുകയില്ല എന്ന നിലപാട് വന്നാൽ ലീഗ് മിക്കവാറും കടുത്ത തീരുമാനം എടുക്കേണ്ടി വരും. അവർ മിക്കവാറും UDF വിടുകയോ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിപ്പിച്ചു. അവർക്ക് ഇപ്പൊ ഇടതുമുന്നണിയിലേക്ക് ഉടനെ പോകാൻ പറ്റുകയില്ല. കാരണം എന്ന് വെച്ചാൽ ഇടതുമുന്നണി ഇതിനകം തന്നെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഇടതുമുന്നണിക്കകത്ത് ഒരു വിഭാഗം നേതാക്കളെങ്കിലും മുസ്ലിം ലീഗ് UDF വിടണം എന്ന് താല്പര്യപ്പെടുന്നവരാണ്. അവർ LDF എടുക്കണം എന്നുള്ളതല്ല, UDF വിടണം എന്നുള്ളതാണ്. പണ്ട് 1989 ജോസഫ് ഗ്രൂപ്പിനോട് സ്വീകരിച്ച ഒരു സമീപനമുണ്ട്. PJ ജോസഫ് മൂവാറ്റുപുഴ സീറ്റ് ചോദിക്കുന്നു, അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നില്ല. ആ സീറ്റ് മാണി ഗ്രൂപ്പിന് കൊടുക്കുന്നു. അതിന് പകരം ജോസഫിന് ഇടുക്കി സീറ്റ് ഓഫർ ചെയ്യും കരുണാകരൻ. അപ്പൊ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ PJ ജോസഫ് മുന്നണി വിട്ടപ്പോൾ PJ ജോസഫിനെ സർവാത്മന പ്രോത്സാഹിപ്പിച്ചതും അദ്ദേഹത്തെ ഏരിക്കൂട്ടി പാർലമെന്റിലേക്ക് മത്സരിക്കാൻ പ്രേരിപ്പിച്ചതും LDF അവിടെ വേറെ സ്ഥാനാർത്ഥിയെ നിർത്തി. അങ്ങനെ ജോസഫ് ഗ്രൂപ്പിനെ UDF നിന്ന് പുറത്തിറക്കി.
എന്നാൽ LDF എടുത്തതുമില്ല. കുറെ നാൾ പുറത്ത് നിർത്തിയതിനു ശേഷം അവരെ LDF എടുത്തു. അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ CPM നേതൃത്വത്തിന്റെ ചില മറ്റ് താല്പര്യങ്ങളാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ലീഗിന് മൂന്നാമതൊരു സീറ്റ് കൊടുക്കാത്തത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള അല്ലെങ്കിൽ ലീഗിനോടുള്ള അവഗണനയാണ് എന്ന് മാത്രമല്ല, അത് മുസ്ലിം സമുദായത്തോടുള്ള അവഹേളനമാണ് എന്നിവിടെ ചില തൽപര കക്ഷികൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഈ നാട്ടിലെ പോപ്പുലർ ഫ്രണ്ടുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും മറ്റ് വിധ്വംസക ശക്തികളുമാണ്. അവർക്ക് അവരുടേതായ അജണ്ടയുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല എന്ന ഒരു നറേറ്റീവ്. അല്ല, ലെഫ്റ്റ് ക്യാമ്പും സജീവമായി ഈ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട്. ലീഗിനെ അങ്ങേയറ്റം അവഗണിക്കുന്നു എന്ന ചർച്ചയിൽ ആരായിട്ട് പറഞ്ഞു? ലെഫ്റ്റ് ക്യാമ്പും സോഷ്യൽ മീഡിയയിലും മറ്റും ഇടത് പ്രൊഫൈലുകളിലും മറ്റും വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. UDF-നകത്ത് കോൺഗ്രസ് ലീഗിനെ അവഗണിക്കുന്നു. മാർക്സിസ്റ്റുകാർക്കാണല്ലോ ഏറ്റവും വലിയ വിഷമം ലീഗിനെ അവഗണിക്കുന്നില്ല. അവർ ഇന്ത്യൻ നാഷണൽ ലീഗിനെ ഏത് രീതിയിലാണ് ഇത് കഴിഞ്ഞ ദിവസം വരെ പരിഗണിച്ചിരുന്നതെന്ന് ഓർത്താൽ മതിയല്ലോ. അവർക്ക് ഇതിനോടുള്ള ഒരു മനോഭാവം മനസ്സിലാക്കാനായിട്ട്. ഇവിടെ ഉള്ള ആളുകളുടെ കാര്യത്തിൽ അവർ വേണ്ട രീതിയിൽ പരിഗണിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ കാര്യത്തെ കുറിച്ച് അവർ വേവലാതിപ്പെട്ട് അതല്ല അതിന്റെ ഒരു ഭംഗി, അതിന്റെ ഒരു മര്യാദ. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇതിനു മുൻപും ഈ രീതിയിലുള്ള മൂന്നാം സീറ്റ് തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ കൃത്യമായി കോൺഗ്രസ് നേതാക്കൾ ഇതൊരു മയപ്പെടുത്തലിന് സമവായ ചർച്ചയ്ക്കൊക്കെ ഇപ്പൊ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ആ രീതിയിലേക്കുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഒരു വീഴ്ച സംഭവിക്കുന്നു, അങ്ങനെ ഒരു തോന്നലുണ്ടോ? അങ്ങനെയില്ല. മൂന്നാം സീറ്റിന് വേണ്ടി ഇതിനു മുമ്പ് ഒരിക്കലും മുസ്ലിം ലീഗ് സമ്മർദ്ദം ചെലുത്തിയില്ല. മുസ്ലിം ലീഗ് എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും മുസ്ലിം ലീഗിന് ഒരു സീറ്റും കൂടി അർഹതയുണ്ട് എന്ന് പറയും. അത് കോൺഗ്രസ്സുകാരും പറയാം അർഹതയ്ക്കുണ്ട്, പക്ഷെ തൽക്കാലം തരാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ അവർ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. മുസ്ലിം ലീഗും അത് മതി, 2 സീറ്റിന്റെ ആവശ്യമുള്ളൂ എന്ന് പറയും. 1989 അവർക്കൊരു സീറ്റ് കരുണാകരന് ഓഫർ ചെയ്താണ്. അന്ന് ഇവര് സീറ്റ് വേണ്ട, ഞങ്ങൾക്ക് സീറ്റിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കാസർഗോഡ് സീറ്റ് മടക്കി കൊടുത്താണ്. 91 അവർക്ക് ഒരു സീറ്റ് അനുഭവിച്ചാണ്. ആ സീറ്റിലാണ് അവര് അഡ്വക്കേറ്റ് രത്നസിംഗിനെ നിർത്തിയത്. അതിനെ നമ്മൾ കോലീബി സഖ്യം എന്ന് പറയും. അവിടെ കോൺഗ്രസ്, ലീഗ്, BJP മൂന്നിന്റെയും കൂടി ഒരു സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നു പിൽക്കാലത്ത് അഡ്വക്കേറ്റ് ജനറലായി തീർന്ന കോഴിക്കോട്ടെ പ്രമുഖ അഭിഭാഷകൻ M. രത്നസിംഗ്. അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാലാകാലങ്ങളിൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വ്യത്യാസം വരും. ലീഗ് ഒരിക്കലും മൂന്നാം സീറ്റിന് വേണ്ടി ഒരിക്കലും ഇതിനു മുമ്പ് നിർബന്ധം പിടിച്ചിട്ടില്ല. ശരി, വളരെ നന്ദി ജയശങ്കർ. എന്തായാലും ലീഗിന് രാജ്യസഭാ സീറ്റുമില്ലെങ്കിൽ അവർ UDF ബന്ധം ഉപേക്ഷിക്കുമെന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ നിരീക്ഷിക്കുന്നത്. കിരൺ, അത്തരമൊരു